എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ 2 or 3 തവണ ഈ വീഡിയോ കാണുക. ഓക്കെ, അതുപോലെ തന്നെ നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഞാൻ അവിടെ പോയി, ഞാൻ ഇവിടെ വന്നു, അല്ലെങ്കിൽ അവൻ ഭക്ഷണം കഴിച്ചു, ഞാൻ ക്രിക്കറ്റ് കളിച്ചു, ഞാൻ ഉറങ്ങി. ഇതുപോലെ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെ പറയാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ ഇവിടെ കുറച്ച് പുതിയ കാര്യങ്ങളുണ്ട്, അത് നോക്കാം. നമുക്കറിയാം, ഹിന്ദിയിൽ ഞാൻ എന്ന് പറയുന്നതിന് എന്താ പറയുക? മേ എന്നല്ലേ? അതെ, മേ എന്നാണ്. മേ എന്ന് പറയുന്ന വേർഡിന് കൂടാതെ വേറെയും വേർഡ് ഉണ്ട്. എന്താണെന്നറിയോ? ഞാൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് മേനെ എന്ന് പറയുന്ന വേർഡും യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ എന്ന് പറയാ മേ അല്ലെങ്കിൽ മേനെ. ഇനി അടുത്താണ് നിങ്ങൾ അല്ലെങ്കിൽ നീ എന്ന് പറയാ ആ അല്ലെങ്കിൽ ആപ്നെ. 2 വേർഡുകളുണ്ട്. അതുപോലെ തും അല്ലെങ്കിൽ തുമ്നെ. ഇനി അടുത്താണ് അവൻ എന്ന് പറയാ വോ എന്ന് പറയാറില്ലേ? വോ, സാധാരണ വോ എന്ന് പറയാം. ഇത് കൂടാതെ നമ്മൾ പറയും ഉസ്നെ, അവൻ, ഉസ്നെ, അവൾ. അതുപോലെ നമുക്കറിയാം ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്ന് പറയാ ഹം, അല്ലേ? ഹം. അതുപോലെ ഹംനെ എന്ന് പറയാറുണ്ട്. എന്താണ് ഹംനെ എന്ന് പറഞ്ഞാലും ഞങ്ങൾ അതാണ്. അതുപോലെ അവർക്ക് എന്താ പറയാ? വേ. അതുപോലെ ഉന്നോനെ എന്ന് പറഞ്ഞാലും അവർ എന്നർത്ഥം. ഇനിയുള്ള സംശയം എന്താണ്? മേ, ഞാൻ എന്ന് പറയുന്ന വേർഡിന് 2 വേർഡ്സുകളുണ്ട് ഹിന്ദിയിൽ. എന്തൊക്കെയാണ്? മേ, രണ്ടാമതാണ് മേനെ. എപ്പോഴാണ് മേ ഉപയോഗിക്കേണ്ടത്? എപ്പോഴാണ് മേനെ ഉപയോഗിക്കേണ്ടത്? എപ്പോഴാണ് ആപ്നെ ഉപയോഗിക്കേണ്ടത്? എപ്പോഴാണ് ആപ്പ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഉന്നോനെ എന്ന് പറഞ്ഞ ഈ ഒരു വേർഡിന് ഒരുപാട് അർത്ഥമുണ്ട്. ഇപ്പം ഞാൻ പറയാണ് അവൻ, അല്ലേ? അവൻ എന്താണ്? ഉസ്നെ. ഇപ്പോൾ ഞാൻ പറയാണ് നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഫാദർ നമ്മൾ അവൻ വിളിക്കോ? ഇല്ലല്ലോ, അദ്ദേഹം, അല്ലെ? എന്താണ്? അദ്ദേഹം. അപ്പോൾ അദ്ദേഹം റെസ്പെക്റ്റോട് കൂടി പറയണമെങ്കിൽ അവൻക്കായാലും അവൾക്കായാലും നമ്മൾ ഉന്നേനെയാണ് ഉപയോഗിക്കുക. ഉന്നോനെ. എന്താണ്? ഉന്നോനെ ഉപയോഗിക്കണം, ഉന്നോനെ. അപ്പോൾ ഉന്നോനെ എന്ന് പറഞ്ഞ വേർഡിന് ഒരുപാട് അർത്ഥമുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത് അവർ, രണ്ടാമത്തെ അവൻ അല്ലെങ്കിൽ അവൾ. റെസ്പെക്റ്റോട് കൂടി പറയണമെങ്കിൽ അവിടെ നമ്മൾ ഉന്നോനെയാണ് ഉപയോഗിക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എവിടെയാണ് മേ ഉപയോഗിക്കുക, എവിടെയാണ് മേൻ ഉപയോഗിക്കുക, എവിടെയാണ് ആപ്പ്, എവിടെയാണ് ആപ്പിന്. ഇതാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ റൂളാണ് നമ്മൾ എവിടെയാണ് വെർബില്ലേ, ക്രിയ. ഇതൊക്കെ എന്താണ്? ക്രിയയാണ്. ആദ്യം ഇത് പഠിച്ചിടണം. ക്രിയ എന്താണ്? ക്രിയ. ജാന എന്ന് പറഞ്ഞാൽ പോവുക. ഇനി പോയി എന്ന് പറയണം, വേറെ സെക്കൻഡ് ഫോം, പാസ്റ്റ് ഫോം, അല്ലേ? പാസ്റ്റ്. പോയി എന്ന് പറയണം, എന്ന് പറയാം ഗയ. ഇതാണ് നമ്മുടെ കഴിഞ്ഞു പോയ പാസ്റ്റ് എന്ന് പറയാം, പാസ്റ്റ്. ഇതാണ് പ്രസന്റ്. ഇത് പ്രസന്റും ഇത് പാസ്റ്റുമാണ്. ജാന എന്ന് പറഞ്ഞാൽ പോവുക, ഗയ എന്ന് പറഞ്ഞാൽ പോയി, ആന എന്ന് പറഞ്ഞാൽ വരുക, ആയ എന്ന് പറഞ്ഞാൽ വന്നു. കണ്ടോ? സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക, സോഗയ എന്ന് പറഞ്ഞാലോ ഉറങ്ങി. പഹൂഞ്ചിന എത്തുക, ഞാൻ അവിടെ എത്തി എന്ന് പറയാം പഹൂഞ്ചുകയ. കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുക, കിയ എന്ന് പറഞ്ഞാലോ ചെയ്തു. അതുപോലെ കാന എന്ന് പറഞ്ഞാൽ കഴിക്കുക, കായ കഴിച്ചു. പീന കുടിക്കുക, പിയ കുടിച്ചു. ലിഗ്ന എഴുതുക, ലിഗ എഴുതി. അതുപോലെ പഠന വായിക്കുക, പട വായിച്ചു. ബുലാന വിളിക്കുക, ബുലായ വിളിച്ചു. ബോൽന പറയുക, സംസാരിക്കുക, പറയുക. ബോല പറഞ്ഞു അല്ലെങ്കിൽ സംസാരിച്ചു. അതുപോലെ തന്നെ കേൽന എന്ന് പറഞ്ഞാൽ കളിക്കുക, കേല എന്ന് പറഞ്ഞാലോ കളിച്ചു എന്നാണ്. എന്താണ്? കളിച്ചു. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇത് പ്രസന്റ് ആണ്. ഇതെന്താണ്? ഇതിൻ്റെ പാസ്റ്റ് ആണ്. ഇനി എപ്പോഴാണ് നമുക്ക് മേനെ, ആപ്നെ, ഉസ്നെ, ഹംനെ, ഉന്നോനെ ഉപയോഗിക്കേണ്ടത്? നമ്മൾ എപ്പോഴാണോ പാസ്റ്റ് ഫോം, ഈ കാണുന്ന ക്രിയയുടെ പാസ്റ്റ് ഫോം, പ്രസന്റ് അല്ല പാസ്റ്റ് ഫോം, എപ്പോഴാണ് നമ്മൾ പാസ്റ്റ് ഫോം ഉപയോഗിക്കുന്നത് അവിടെയാണ് നമുക്ക് മേനെ, ആപ്നെ, ഉസ്നെ, ഹംനെ ഉപയോഗിക്കേണ്ടത്. ഇതാണ് ഒന്നാമത്തെ നിയമം. എന്താണ്? നമ്മൾ എപ്പോഴാണോ പാസ്റ്റ് ഉപയോഗിക്കുന്നത് അവിടെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഒന്നാമത്തെ നിയമം. ഇനി രണ്ടാമത്തെ നിയമമാണ്
നിയമം വെച്ചാൽ ചില ക്രിയയുടെ കൂടെ ഇതൊക്കെ എന്താണ് ക്രിയകളല്ലേ, ക്രിയകൾ വെർബ്സിലാണ്. ചില ക്രിയകളുടെ കൂടെ ഒബ്ജക്റ്റ് വന്നിരിക്കണം. അപ്പം ഞാൻ പറയാണ്, ഞാൻ വായിച്ചു. എന്ത് വായിച്ചു? അതവിടെ വന്നിരിക്കണം. അതിനാണ് പറയുക ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് വന്നിരിക്കണം. ഞാൻ എഴുതി. എന്തെഴുതി? അതവിടെ വന്നിരിക്കണം. അല്ലേ? എന്തെഴുതി? ഒരു കഥ എഴുതി, അല്ലെങ്കിൽ ഒരു ലെറ്റർ എഴുതി, എന്തെങ്കിലും എഴുതിയില്ലേ? എഴുതി. എന്തെഴുതി? ഒബ്ജക്റ്റ് വന്നിരിക്കണം. അതുപോലെ ലിഖന, പീന. ഞാൻ പറയാണ് പിയ. ഓക്കെ, പിയ. കുടിച്ചു. എന്ത് കുടിച്ചു? അതവിടെ വന്നിരിക്കണം, ഒബ്ജക്റ്റ്. എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് വരേണ്ട വെർബുകളുടെ കൂടെ മാത്രമാണ് നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ 2 കണ്ടീഷനാണ്. ഒന്നാമതാണ്, നമ്മൾ എപ്പോഴാണോ പാസ്റ്റ് ഫോം ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂടെയാണ് ഇത് വരിക. ഇനി പാസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒബ്ജക്റ്റ് എവിടെയാണോ വരേണ്ടത് അവിടെയാണ് നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടത്. ഞാൻ പറയാണ്, ഗയ എന്ന് പറഞ്ഞാൽ പോയി എന്നല്ലേ? ഗയ എന്ന് പറഞ്ഞാൽ പോയി. ഇവിടെ ഒബ്ജക്റ്റ് ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ മേന ഉപയോഗിക്കരുത്, മേയാണ് ഉപയോഗിക്കേണ്ടത്. വന്നു, ആയ. വന്നു, ആയ. ഇവിടെ ഒബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല. കണ്ടോ? ഈ മഞ്ഞ നിറത്തിൽ കൊടുത്തിരിക്കുന്നതാണ്, ഇതാണ് ഒബ്ജക്റ്റ് ആവശ്യമില്ലാത്ത ക്രിയകൾ. ഇതിൻ്റെ കൂടെ നമ്മൾ മേനെ, ആപ്നെ, ഉസ്നെ, ഹംനെ, ഉന്നോനെ ഉപയോഗിക്കരുത്. അത് കാരണം ഇതിന് ഒബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഈ വെള്ള നിറത്തിൽ കാണുന്ന ക്രിയകളുടെ കൂടെ എപ്പോഴും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ, പാസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഇതാണ് ഉപയോഗിക്കേണ്ടത്. മേനെ, ആപ്നെ, ഉസ്നെ, ഹംനെ, ഉന്നോനെ. കാരണം ഇതിൻ്റെ കൂടെ ഒബ്ജക്റ്റ് വന്നിരിക്കണം. ഒബ്ജക്റ്റ് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ഓരോന്നോരം നോക്കാം. ഉദാഹരണം, ഇപ്പം ഞാൻ പറയാണ്, ഞാൻ അവിടെ പോയി. അല്ലേ? പോയി, ഗയ. ഇവിടെ ഒബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ മേന ഉപയോഗിക്കരുത്. മേന ഉപയോഗിക്കാതെ മേ ഉപയോഗിക്കണം. മേ ഗയ. ഓക്കെ, പോയി എന്ന് പറയാം. പോയി, ഗയ. നമുക്ക് ഇതാണ് ഉപയോഗിക്കേണ്ടത്. ഇതല്ല. ഓക്കെ, അപ്പം എന്താ പറയാ? പോയി എന്ന് പറയാം, ഗയ. അപ്പം മേനെ ഗയ എന്ന് എഴുതി തെറ്റാണ്. ഞാൻ എഴുതാണ് മേനെ ഗയ. ഇത് തീർച്ചയായിട്ടും തെറ്റാണ്. മേനെ ഗയ എന്ന് പറയരുത്. കാരണം ഗയ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് വേണ്ടാത്ത ക്രിയയാണ്. കേട്ടോ? ഒബ്ജക്റ്റ് വേണ്ട. ഒബ്ജക്റ്റ് വേണമെങ്കിലാണ് നമുക്ക് അവിടെ മേന ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ മേ ഗയ എന്ന് പറയണം. മേ ഗയ എന്ന് തന്നെ പറയണം. ഇതാണ് കറക്റ്റ് ആൻസർ. ഞാൻ ഇംഗ്ലീഷ് ഹിന്ദി എഴുതാണ്. ഓക്കെ, മേ ഗയ. എവിടെയായത്? അവിടെ. മേ വഹ ഗയ. കണ്ടോ? അവിടെ ഒരു വേർഡ് മിസ്സായിട്ടുണ്ട്. അവിടെ. ഞാൻ ഇതാണ് വഹ. ഓക്കെ, മേ വഹ ഗയ. ഇനി അടുത്താണ്, ഞാൻ എൻ്റെ ജോലി ചെയ്തു. അപ്പോൾ ചെയ്തു എന്ന് പറയാ. ചെയ്തു എന്ന് പറയും നമ്മൾ കിയ. എന്താ പറയാ? കിയ. അപ്പോൾ ഞാൻ പറഞ്ഞു കിയ. ഈ പാസ്റ്റ് അല്ലേ? പാസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഇതാണ് ഉപയോഗിക്കേണ്ടത്. പ്രത്യേകിച്ച് എന്താണ്? ഒബ്ജക്റ്റ് വേണ്ട ക്രിയയാണ് അല്ലേ? ഒബ്ജക്റ്റ് വേണ്ട ക്രിയയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കണം. മേനെ ഉപയോഗിക്കണം. ഞാൻ മേനെ. ഇവിടെ മേ ഉപയോഗിക്കരുത്. ഞാൻ പറയാണ് മേ. ഞാൻ. എൻ്റെ അപ്ന അല്ലേ? അപ്ന. അതുപോലെ ജോലി, കാം. ചെയ്തു എന്താ പറയാ? ചെയ്തു കിയ. അപ്പോൾ ഈ സെൻറ്റൻസ് തെറ്റാണ്. തെറ്റാണ്. എന്താ കാരണം അറിയോ? ഇവിടെ കിയ എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റ് ഉപയോഗിക്കേണ്ട ഒരു ക്രിയയാണ്. ഒബ്ജക്റ്റ് വന്നിരിക്കണം. എന്ത് ചെയ്തു? എന്ത് ചെയ്തു? കാം അല്ലേ? എന്ത്? ജോലി. ഒബ്ജക്റ്റ് ഉണ്ട്. അങ്ങനെ ഒബ്ജക്റ്റ് വരുന്ന പാസ്റ്റിലെ ക്രിയകളാണെങ്കിൽ അവിടെ മേ ഒഴിവാക്കിയിട്ട് നമുക്ക് മേനെ ചേർക്കേണ്ടി വരും. കണ്ടോ? മേനെ അപ്ന കാം കിയ. ഇനി അടുത്ത് നോക്കാം ഒന്നുകൂടി. ഞാൻ പറയാണ്, ഞാൻ വെള്ളം കുടിച്ചു. അപ്പം ഞാൻ എന്താ പറയാ? ഉണ്ടോ? ഞാൻ മേന്ന് പറയാം, മേനെന്ന് പറയാം. ഏത് ഉപയോഗിക്കാം? അറിയില്ല. വെള്ളം കുടിച്ചു എന്ന് പറയാം. കുടിച്ചു പിയ. ഉണ്ടോ? കുടിച്ചു പിയ. പിയ എന്ത് കുടിച്ചു? അവിടെ ഒബ്ജക്റ്റ് വന്നിരിക്കണം. അങ്ങനെ ഒബ്ജക്റ്റ് വരുമ്പോൾ നമുക്ക് ഞാൻ എന്നതിന് മേ അല്ല ഉപയോഗിക്കാം, മേനെയാണ് ഉപയോഗിക്കുക. എന്താണ്? മേനെ. അപ്പം മേനെ ഉപയോഗിച്ചു. മേനെ ഞാൻ. വെള്ളം പാനി. മേനെ പാനി
കുടിച്ചു പിയ എന്നാണ് പിയ. കണ്ടോ, ഇവിടെ മേനെ എന്ന് പറയുന്ന വേർഡിന് പകരം മേ ഉപയോഗിക്കുകയാണെങ്കിൽ സെന്റൻസ് തെറ്റാണ്. മേ പാനി പിയ എന്നല്ല പറയാ, മേനെ പാനി പിയ. കാരണം പാനി ഒബ്ജക്റ്റ് അവിടെ ഉണ്ട്. ഓക്കെ, മേനെ പാനി പിയ, മേനെ പാനി പിയ. ഇനി അടുത്ത് നോക്കാം. ഞാൻ ഇവിടെ വന്നു, ഞാൻ ഇവിടെ വന്നു. വന്നു എന്ന് പറയാ, വന്നു, വന്നു ആയ എന്നാണ്, ആയ. വന്നു എന്ത് വന്നു പറയോ? ഇല്ലല്ലോ. ഒബ്ജക്റ്റിന്റെ ഒരു ആവശ്യമില്ല. ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ലെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിക്കരുത്. അവിടെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. മേ. കണ്ടോ, ഇവിടെ മേ യഹ ആയ, മേ ഞാൻ ഇവിടെ, യഹ കണ്ടോ, വന്നു ആയ, വന്നു ആയ. ഇവിടെ ഞാൻ മേനെ ഉപയോഗിച്ചാലോ? മേനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തെറ്റാണ്. കാരണം ഇവിടെ ഒബ്ജക്റ്റ് ഇല്ല, ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ല. ഓക്കെ, മേനെ യഹ ആയ എന്ന് പറയുന്നത് മേ യഹ ആയ, മേ യഹ ആയ. ഇനി അടുത്താണ്, നമുക്ക് ഓരോന്നും നോക്കാം. അവൻ അവൻ്റെ ജോലി ചെയ്തു, അവൻ അവൻ്റെ ജോലി ചെയ്തു. ചെയ്തു എന്ന് പറയുന്നത് എന്താണ്? ചെയ്തു എന്ന് പറയാ കിയ. ഇതെന്താണ്? ഇത് ഒബ്ജക്റ്റ് ഉപയോഗിക്കേണ്ട ഒരു ക്രിയയാണ്. അപ്പം അതുകൊണ്ട് അവൻ വേ അല്ലെങ്കിൽ വോ ഉപയോഗിക്കരുത്. അതിന് പകരം ഉസ്നെ എന്ന് പറയണം. എന്താ പറയുക? ഉസ്നെ. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് എഴുതാണ് ഉസ്നെ. ഓക്കെ, ഇംഗ്ലീഷ് ഹിന്ദിയിൽ എഴുതാണ്. ഉസ്നെ അവൻ്റെ, ഉസ്നെ അപ്ന, ഉസ്നെ അപ്ന ജോലി എന്താ പറയാ? കാം. ഉസ്നെ അപ്ന കാം ചെയ്തു എന്ന് പറയാ, ചെയ്തു, ചെയ്തു. കണ്ടോ, കിയ. ഉസ്നെ അപ്ന കാം കിയ, ഉസ്നെ അപ്ന കാം കിയ. അവൻ അവൻ്റെ ജോലി ചെയ്തു. ഇവിടെ ഞാൻ ഉസ്നെ ഒഴിവാക്കിയിട്ട് വോ ചേർക്കുകയാണെങ്കിലോ, വോ, വോ തെറ്റാണ്. കാരണം ഇവിടെ ഒന്നാമത് നമ്മൾ പാസ്റ്റ് ഉപയോഗിച്ചു. പാസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ റൂൾസ് ആണ് എന്ത്? ഒബ്ജക്റ്റ് വരുന്നുണ്ടെങ്കിൽ, ഒബ്ജക്റ്റ് വേണമെങ്കിൽ അവിടെ നമ്മൾ ഉസ്നെയാണ് ഉപയോഗിക്കുക, അല്ലാതെ വോ അല്ല ഉപയോഗിക്കുക. ഇനി എനിക്ക് പറയണം, അവൻ അവൻ്റെ ജോലി ചെയ്തിട്ടില്ല, അവൻ അവൻ്റെ ജോലി ചെയ്തിട്ടില്ല എന്ന് പറയാം. ഉസ്നെ അപ്ന കാം നഹി കിയ, ഉസ്നെ അപ്ന കാം നഹി കിയ. അല്ല, അവൻ അവൻ്റെ ജോലി ചെയ്തോ? ക്യാ ഉസ്നെ അപ്ന കാം കിയ, ക്യാ ഉസ്നെ അപ്ന കാം കിയ. ഇനി അടുത്ത് നോക്കാം അല്ലേ, അടുത്ത് നോക്കാം. ഞാൻ ഭക്ഷണം കഴിച്ചു, ഞാൻ ഭക്ഷണം കഴിച്ചു. അപ്പൊ കഴിച്ചു എന്ന് പറയാ, കഴിച്ചു, കഴിച്ചു. കായ, കാന എന്ന് പറഞ്ഞാൽ കഴിക്കുക, കായ എന്ന് പറഞ്ഞാൽ കഴിച്ചു. അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതല്ല ഉപയോഗിക്കേണ്ടത്. മാത്രമല്ല ഇതെന്താണ്? ഒബ്ജക്റ്റ് വരേണ്ട ഒരു ക്രിയയാണ്. അതുകൊണ്ട് എന്താണ്? ഇതാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഞാൻ, ഞാൻ എന്ന് പറഞ്ഞതിന് മേ ആണോ അത് മേനെ ആണോ? തീർച്ചയായിട്ടും മേനെയാണ് ഉപയോഗിക്കേണ്ടത്, മേനെ. കാരണം ഇവിടെ ഭക്ഷണം ഒബ്ജക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഞാൻ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം എന്ന് പറയാ ഖാന, ഭക്ഷണം എന്ന് പറയാ ഖാന. മേനെ ഖാന ഖാലിയ, മേനെ ഖാന ഖാലിയ, അല്ലെങ്കിൽ കായ എന്ന് പറയാം. കാലിയ എന്ന് പറയാം, കായ എന്ന് പറയാം. മേനെ ഖാന ഖായ, മേനെ ഖാന ഖായ. ഇവിടെ ഞാൻ മേനെ ഒഴിവാക്കിയിട്ട് മേ എഴുതിയാലോ? തെറ്റാണ്. മേ ഖാന ഖായ എന്ന് പറയാറില്ല. മേ ഖാന ഖായ എന്നല്ല, മേനെ ഖാന ഖായ, മേനെ ഖാന ഖായ. കാരണം ഒന്നാമത്തെ നമ്മുടെ പാസ്റ്റ് ഉപയോഗിച്ചു. പാസ്റ്റ് ഉപയോഗിച്ചാൽ ഇതാണ് ഉപയോഗിക്കേണ്ടത്, ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷനാണ് ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ, ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പറയാം, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. മേനെ ഖാന നഹി ഖായ, മേനെ ഖാന നഹി ഖായ. അല്ല, ഞാൻ ഭക്ഷണം കഴിച്ചോ? ക്യാ മേനെ ഖാന ഖായ, ക്യാ മേനെ ഖാന ഖായ. സിമ്പിളാണ്. ഇനി അടുത്ത് നോക്കാം അല്ലേ. ഓക്കെ, അടുത്താണ് ഞങ്ങൾ ഒരു കഥ എഴുതി, ഞങ്ങൾ ഒരു കഥ എഴുതി. അപ്പം ഞങ്ങൾ ഹം അല്ലെങ്കിൽ ഹംനെ, ഹം അല്ലെങ്കിൽ ഹംനെ, തീർച്ചയായിട്ടും ഹംനെ. എന്താ കാരണം? എഴുതി എന്ന് ഞാൻ പറയാം, എഴുതി. ലിഖ അല്ലെ, ലിഖന എന്ന് പറഞ്ഞാൽ എഴുതുക, ലിഖ എന്ന് പറഞ്ഞാലോ എഴുതി. ഓക്കെ, ഇനി അടുത്താണ് എന്തെഴുതി? കഥ എഴുതി. ഒബ്ജക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഒബ്ജക്റ്റ് വരേണ്ട ഒരു ക്രിയ ആയതുകൊണ്ട് നമ്മൾ ഹംനെ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഞാനിവിടെ ഇതാണ് ഹംനെ. ഓക്കെ, ഹംനെ. ഒരു ഏക്, ഹംനെ ഏക്. ഓക്കെ, കഥ എന്ന് പറയാ കഹാനി, ഹംനെ ഏക് കഹാനി, ഹംനെ ഏക് കഹാനി. എഴുതി എന്ന് പറയാം, എഴുതി. കണ്ടോ, ലിഖ, എഴുതി ലിഖ.
ഞങ്ങൾ ഒരു കഥ എഴുതി. ഹംനെ ഏക് കഹാനി ലിഖ. ഹംനെ ഏക് കഹാനി ലിഖ. ഇനി ഇവിടെ ഹംനേന് പകരം ഞാൻ ഹം ചേർത്താലോ? തെറ്റാണ്. ഹം ഏക് കഹാനി ലിഖ എന്ന് പറയാറില്ല. കാരണം നമ്മൾ പാസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതാണ് ഉപയോഗിക്കേണ്ടത്. ഒന്നാമത്തെ കണ്ടീഷനാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് കറക്റ്റ്. ഓക്കെ. ഇനി ഇവിടെ ഞാൻ ഹേ ചേർത്ത് കഴിഞ്ഞാലോ മീനിങ് മാറും. ഇവിടെ ഹേ ചേർത്ത് കഴിഞ്ഞാൽ മീനിങ് മാറി. എങ്ങനെ? ഇപ്പം എന്തായി? ഹംനെ ഏ കഹാനി ലിഖാഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഞങ്ങൾ ഒരു കഥ എഴുതിയിട്ടുണ്ട് എന്നായി. എഴുതി ലിഖ. ഞാൻ പറയാണ് ഇവിടെ ഗയ പോയി. ഇവിടെ ഹേ ചേർത്താലോ ഗയാ ഹേ പോയിട്ടുണ്ട്. ആയ വന്നു. ആയാ ഹേ വന്നിട്ടുണ്ട്. സോഗയ ഉറങ്ങി. സോഗയാ ഹേ ഉറങ്ങിയിട്ടുണ്ട്. ട്ടുണ്ട് നടത്തായി. പൗഞ്ച് ഗയ എത്തി. പൗഞ്ച് ഗയാ ഹേ എത്തിയിട്ടുണ്ട്. കിയ ചെയ്തു. കിയാ ഹേ ചെയ്തിട്ടുണ്ട്. കായ കഴിച്ചു. കായാ ഹേ കഴിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഹേ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? ഹേ ചേർത്ത് കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ട് എന്നായി. ഓക്കെ. ചെയ്തിട്ടുണ്ട് നടത്തായി. അതോടെ ഇനി അടുത്താണ് ഞങ്ങൾ ഒരു കഥ എഴുതി കഴിഞ്ഞല്ലോ. ഇനി അടുത്താണ് ഞാൻ ഒരു പുസ്തകം വായിച്ചു. ഞാനൊരു പുസ്തകം വായിച്ചു അല്ലേ? അപ്പോൾ വായിച്ചു എന്ന് പറയാം. വായിച്ചു പട. വായിച്ചു പട. പട വന്നല്ലോ. ഇതാണ് ഉപയോഗിക്കേണ്ടത്. അത് മറക്കരുത്. ഓക്കെ. അപ്പോൾ നമുക്ക് പറയാം ഞാൻ മേനെ എന്ന് പറയണം. മേ എന്ന് പറയരുത്. കാരണം നമ്മുടെ ഇത് ഒബ്ജക്റ്റ് വരേണ്ട ക്രിയയാണ്. ഞാൻ ഒരു മേനെ ഏക് പുസ്തകം കിതാബ്. മേനെ ഏക് കിതാബ്. മേനെ ഏക് കിതാബ് വായിച്ചു പട. വായിച്ചു പട. മേനെ ഏക് കിതാബ് പട. ഞാനൊരു കിതാബ് വായിച്ചു. ഞാനൊരു പുസ്തകം വായിച്ചു. എനിക്ക് പറയണം ഞാനൊരു പുസ്തകം വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഹേ ചേർക്കാം. ഹേ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? ഞാനൊരു പുസ്തകം വായിച്ചിട്ടുണ്ട് എന്നായി. ഹേ ഇത് ഒഴിവാക്കിയാലോ? ഞാൻ ഒരു പുസ്തകം വായിച്ചു. ഞാൻ പുസ്തകം വായിച്ചു എന്നായി. ഇനി ഞാൻ ഒരു പുസ്തകം വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നെഗറ്റീവ് പറഞ്ഞു. മേനെ ഏക് കിതാബ് നെഹി പട. മേനെ ഏക് കിതാബ് നെഹി പട. ഞാനൊരു പുസ്തകം വായിച്ചിട്ടില്ല. മേനെ ഏക് കിതാബ് നെഹി പട ഹേ. ഞാനൊരു പുസ്തകം വായിച്ചിട്ടില്ല എന്നുവെച്ചാൽ ജസ്റ്റ് കംപ്ലീറ്റഡ്. ഇപ്പോൾ കഴിഞ്ഞു പോയ കാര്യം. ഹേ ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എന്നുവെച്ചാൽ ചുക്കാ ഹേ ചുക്കിയെ ചുക്കിയല്ല. അതിൻ്റെ രണ്ടാമത്തെ ഒരു ഇതാണ് വെർഷൻ പറയാം. ഇനി അടുത്താണ് അവൻ എന്തോ പറഞ്ഞു. അവനെന്തോ പറഞ്ഞു. അവൻ എന്തോ പറഞ്ഞു അല്ലേ? അവനെന്തോ പറഞ്ഞു. അപ്പം പറഞ്ഞു എന്ന് പറയാം. പറഞ്ഞു കണ്ടോ? ബോല. പറഞ്ഞു എന്നാണ് ബോല. അപ്പം ഇതാണ് ചേർക്കേണ്ടത്. ഓക്കെ. ബോല. അവൻ എന്ന് പറയാം ഉന്നോനെ എന്ന് പറയാം. ഉന്നോനെ അല്ലെങ്കിൽ ഉസ്നെ എന്ന് പറയാം. ഉന്നോനെ എന്ന് പറഞ്ഞാൽ അവനാണ്. ഒന്നും കൂടി ബഹുമാനം കൊടുത്ത് പറയാണ്. ഓക്കെ. ഉസ്നെ അവൻ എന്തോ പറഞ്ഞു. എന്തോ കുച്ച്. കുച്ച് എന്ന് പറയാം. കുച്ച് എന്തോ എന്താ പറയാ? കുച്ച്. ഉസ്നെ കുച്ച് പറഞ്ഞു ബോല. ഉസ്നെ കുച്ച് ബോല. ഉസ്നെ കുച്ച് ബോല. അവൻ എന്തോ പറഞ്ഞു. ഇനി ഞാനിവിടെ ഹേ ചേർക്കുകയാണെങ്കിലോ അപ്പോൾ എന്തായി? ഉസ്നെ കുച്ച് ബോല ഹേ. ഉസ്നെ കുച്ച് ബോല ഹേ. അവരെന്തോ പറഞ്ഞിട്ടുണ്ട് എന്നായി. കേട്ടോ? ഉസ്നെ കുച്ച് ബോല. അവരെന്തോ പറഞ്ഞു. അവരെന്തോ പറഞ്ഞു. ഉസ്നെ കുച്ച് ബോല ഹേ. അവരെന്തോ പറഞ്ഞിട്ടുണ്ട് എന്നായി. അവരെന്തോ പറഞ്ഞിട്ടുണ്ട് എന്നായി. ഓക്കെ. ഇനി അവനെന്തോ പറഞ്ഞോ എന്ന് ചോദ്യം ചോദിക്കണം. അങ്ങനെ ചോദ്യം ക്യാ ഉസ്നെ കുച്ച് ബോല. ക്യാ ഉസ്നെ കുച്ച് ബോല. ക്യാ ഉസ്നെ കുച്ച് ബോല പറഞ്ഞു. ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് നന്നായി മനസ്സിലാക്കി വിചാരിക്കുന്നു. നിങ്ങൾ കാര്യം ചെയ്യുക. നിങ്ങളൊരു 4-5 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് അയക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ലൈവ് ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും എല്ലാ സംശയങ്ങളും ക്ലിയർ ആവും. ഓക്കെ. താങ്ക് യു എവരിവൺ.